മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. വൈദ്യുതി വിതരണത്തിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കണ്ണൂർ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ ചൂട്ടും മെഴുകുതിരിയും കത്തിച്ച് പ്രതിഷേധം നടത്തി. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 13, 14, 15 വയസ്സുള്ള കുട്ടികളോട് എന്താണ് പവർ കട്ട് എന്ന് ചോദിച്ചിരുന്ന ഘട്ടത്തിൽ അവർക്കതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. പക്ഷേ ഈ സതീശൻ മേനോൻ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ എല്ലാവരും ഈ പവർ കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ലോകത്തെമ്പാടുമുള്ള ആളുകൾ ആവേശത്തോടുകൂടി ലോകകപ്പ് ഫുട്ബോൾ വീക്ഷിക്കുന്ന സമയമാണ്. ആവേശകരമായ ഫൈനൽ പോരാട്ടം നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഫൈനൽ പോരാട്ടം അത് ആവേശത്തോടുകൂടി കാണാൻ വേണ്ടി ആളുകളെല്ലാം ജനറേറ്റർ ഏൽപ്പിക്കേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തുകൊണ്ട് ഈ നിലയിലേക്ക് കേരളം മാറുന്നു എന്നത് അത്യന്തം ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് UDF ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്, വൈദ്യുതി മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ കുറവ് കൊണ്ടാണ്. ഇപ്പൊ ഇവർ കാരണമായി പറയുന്നത് ഇവിടെ മഴ കുറഞ്ഞു എന്നാണ്. ജില്ലാ പ്രസിഡന്റ് കെ അനുശ്രീ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ സ്വാഗതം പറഞ്ഞു. പി അഖിൽ, MV ലിജിത്ത്, AP അൻവീർ, PK സനത്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ്, ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.